ഇന്ന് രാവിലെ നേരത്തെ എണീച്ചിട്ട് അടുക്കളയിലുള്ള ജോലികളെല്ലാം തീർത്തതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ അടുക്കള വിശേഷങ്ങളിൽ നിന്നൊന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതപ്പുകൾ പറയുമ്പോൾ ഒരു പുതപ്പ് എടുത്തിട്ടുള്ളൂ, എല്ലാതും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് തുണികളൊക്കെ ഞാൻ സോപ്പും പൊടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ മഞ്ഞൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. നമ്മുടെ സൂര്യൻ കണ്ടില്ലേ ഉദിച്ച് നിൽക്കുന്നുണ്ടോ. അപ്പോൾ മഞ്ഞൊന്നും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. മഞ്ഞില്ല എന്നല്ല പറയണത്, ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 7 മണി 7:30 ആ ഒരു ടൈമൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുതപ്പും വിരിപ്പൊക്കെ എന്താണ് കഴുകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏട്ടന് 2-3 ദിവസം കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങുകയാണ് കേട്ടോ. ശബരിമലയ്ക്ക് പോകാനുള്ള നോമ്പ് തുടങ്ങുകയാണ്. അപ്പോൾ ഏട്ടന് യൂസ് ചെയ്യാനുള്ള, അവർ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം സെപ്പറേറ്റ് അല്ല യൂസ് ചെയ്യുക. അപ്പോൾ ആ യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ കഴുകണുള്ളൂ. പിന്നെ എല്ലാ പുതപ്പും കൂടി ഒരുമിച്ച് കഴുകാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഴക്കയിൽ സ്ഥലമില്ല, സ്ഥലം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാതും കൂടിയിട്ട് ഉണക്കാനും പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, വലിയ കാര്യമായിട്ടുള്ള വെയിലൊന്നും ഇല്ലല്ലോ ഇപ്പോൾ, എപ്പോൾ വേണമെങ്കിലും മഴ പ്രതീക്ഷിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഓരോ ദിവസം ഓരോന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വലിയ പുതപ്പ് എന്തായാലും ഞായറാഴ്ച അന്ന് ഏട്ടൻ കഴുകി തന്നു, അതെനിക്ക് പറ്റില്ല കഴുകാൻ വേണ്ടിയിട്ട്. നല്ല വെയിറ്റാണ് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ. ഇതും വെയിറ്റിന് കുറവൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, എന്നെ കൊണ്ട് താങ്ങും ഈ പുതപ്പൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കഴുകാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ. ഒന്ന് ബാക്കിയുള്ള തുണികളൊക്കെ ഞാനിതാ സോപ്പും വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുന്നുണ്ട്. സോപ്പ് പൊടിയിലല്ല, സോപ്പ് വെള്ളത്തിൽ ഇട്ട് അങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ തിരുമ്പണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചളിയൊക്കെ ഒന്ന് ഇളകട്ടെ, എന്നിട്ട് വേണം തിരുമ്പാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പുതപ്പും വിരിപ്പില്ല, പുതപ്പ് മാത്രമേ ഉള്ളൂ. ഏട്ടന് ഉപയോഗിക്കാനുള്ള ഒറ്റൊരു പുതപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാതും ഒരുമിച്ച് തിരുമ്പണില്ല, ഓരോ ദിവസം ഓരോന്ന് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും അകത്തേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ടിതാ പാലിന്ന് കാച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഡെയിലി പാലൊന്നും ഉണ്ടാക്കില്ലല്ലോ, ഇടയ്ക്കൊക്കെ അല്ലേ വാങ്ങിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ ഇന്നലെ പാല് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കിച്ചുവിൻ്റെ റിക്വസ്റ്റ് പ്രകാരം. അപ്പോൾ അങ്ങനെ ഞാൻ പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പിള്ളേരൊക്കെ നീച്ചിട്ടുണ്ടാവും കേട്ടോ. 2 പേരും നീച്ചു. അങ്ങനെ ഒരു പല്ല് തേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ കിച്ചുവിനാണെന്നുണ്ടെങ്കിൽ പാല് എന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ. അപ്പോൾ തുമ്പിക്കുട്ടിക്ക് ബൂസ്റ്റ് ഞാൻ 5-ൻ്റെ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ എപ്പോഴെങ്കിലും ഇവിടെ പാല് വാങ്ങിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിക്കുള്ളൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഒരു ബോക്സ് ഒരു ടിന്നൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് കാലിയാക്കും വരും കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് അങ്ങനെ വാങ്ങിച്ച് വെക്കാത്തത്. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിക്കുള്ള പാലിൽ മാത്രം ബൂസ്റ്റ് ഇട്ടിട്ടുള്ളൂ. കിച്ചുവിന് ബൂസ്റ്റ് ഇട്ട പാല് ഇഷ്ടമല്ല കേട്ടോ. 2 സെപ്പറേറ്റ് ആയിട്ട് പാല് തന്നെ കുടിക്കാനാണ് ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ ബൂസ്റ്റ് ആണെങ്കിലും തന്നെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കാനൊന്നും അവന് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അതാ 3 ആളും കൂടിയിട്ട് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് ചായ കുടിക്കുന്നുണ്ട്, പാല് കുടിക്കുന്നുണ്ട്. ഞാനും അങ്ങനെ കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് പാലൊക്കെ കുടിച്ചു. അതിന് ശേഷം നമ്മുടെ കിച്ചുവിന് കൊണ്ടുപോകാനുള്ള സ്നാക്സ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ആപ്പിളാണ് കൊടുത്തയക്കുന്നത്. ഇതും നല്ല വൈകുന്നേരം ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്നാണ് കേട്ടോ. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തീർന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ ഫ്രൂട്ട്സായിട്ട് ആപ്പിളും ഓറഞ്ചും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആപ്പിൾ കൊടുത്തയക്കാമെന്ന് വെച്ചു കേട്ടോ. ഇന്ന് നമ്മുടെ കിച്ചുവിൻ്റെ സ്പോർട്സ് ഡേ ഇന്നലത്തോടെ കഴിഞ്ഞതായിരുന്നു. പക്ഷേ ഇന്ന് ഒറ്റൊരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. ഇന്നലെ അത് ഉണ്ടായില്ല, ഇന്നൊരു ഐറ്റം കൂടി ഉണ്ട്. ആകെ ടോട്ടൽ 3 ഐറ്റത്തിലാണ് പങ്കെടുത്തിട്ടുള്ളത്. ആദ്യത്തെ 2 എണ്ണമാണ് കഴിഞ്ഞിട്ടുള്ളൂ, ഒന്നും കൂടി ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ റെഗുലർ ക്ലാസ്സും തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അവൻ്റെ ആപ്പിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് എനിക്ക് ആപ്പിൾ വേണം പറഞ്ഞിട്ട് ആൾ വാങ്ങിച്ചിട്ടും പോകുന്നുണ്ട്. അങ്ങനെ കിച്ചുവിനും തുമ്പിക്കും ഒക്കെ ആപ്പിൾ കഴിക്കാനൊക്കെ കൊടുത്തു. അതിന് ശേഷം അവർക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കിച്ചുവിന് കൊണ്ടുപോകാനുള്ള ചോറും പിന്നെ അതുപോലെ തന്നെ കായും കിഴങ്ങും കൂടിയിട്ട് ഉപ്പേരി വെച്ചതാണ് കേട്ടോ. പിന്നെ ഏട്ടന് കൊണ്ടുപോകാനുള്ള ചോറ്, സാമ്പാർ, ഉപ്പേരി എല്ലാം അതും റെഡിയാക്കി. അതിന് ശേഷം നമ്മുടെ കിച്ചുവിനും തുമ്പീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേക്കാനുള്ളൊരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എണ്ണ തേക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ വരികയേ ഇല്ല കേട്ടോ. എൻ്റെ കിച്ചുവിനാണെന്നുണ്ടെങ്കിൽ എണ്ണയൊന്നും മുഖത്താവണതും അങ്ങനെയൊന്നും അത്ര ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇടയ്ക്ക് എന്നാലും തേച്ച് കൊടുക്കും. എപ്പോഴും നമ്മൾ തേച്ച് കൊടുക്കാതിരിക്കുന്നത് നല്ലതല്ലല്ലോ, ഇടയ്ക്കൊക്കെ മുഖത്തൊക്കെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്താ പറയുക, വർക്കിന് പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് 2 പേർക്ക് എണ്ണ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. തുമ്പിക്കൂടിയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 ആളും കൂടിയിട്ട് അടി കൂടിയിട്ട് ഇവിടെ പിണങ്ങിയിട്ടിരിക്കുകയാണ് കേട്ടോ തുമ്പി. കാര്യം എന്താണെന്ന് വെച്ചാൽ നിസ്സാര കാര്യത്തിലാണ് കേട്ടോ. ഏട്ടൻ വണ്ടിയുടെ മേലെയൊക്കെ കയറിയിരുന്ന് ചാവി എടുക്കാൻ മറന്നു പറഞ്ഞു. അപ്പോൾ എന്നോട് ചാവി എടുത്ത് തരാൻ പറഞ്ഞു. ഞാൻ ചാവി എടുത്തിട്ട് നേരെ കിച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു. കിച്ചു പറഞ്ഞു ഞാൻ അച്ഛനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു. അത് അവളുടെ കയ്യിൽ കൊടുക്കാത്ത കാരണം കൊണ്ടാണ് തെറ്റിയിട്ട് ആളിരിക്കുന്നത് കേട്ടോ. ആളിപ്പോൾ അവിടെ കരഞ്ഞും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സമാധാനിപ്പിച്ചിട്ട് എനിക്ക് മിഠായി വാങ്ങിച്ചു തരാം, പാപ്പ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ സമാധാനിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുവിധം പറഞ്ഞിട്ട് ആളങ്ങനെ എണ്ണ തേക്കാനൊക്കെ സമ്മതിച്ചു ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ
എൻ്റെ കിച്ചു ആണെന്നുണ്ടെങ്കിലോ നേരം വെളിച്ചായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഏഷണി ഉണ്ടാക്കിയും കൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. തല്ലൂടാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് നോക്കി തപ്പി നടക്കണ ആളാണ് കേട്ടോ എൻ്റെ കിച്ചു. അപ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവളങ്ങനെ ഇട്ട് വട്ട് പിടിപ്പിക്കും കേട്ടോ. അവൻ അതൊരു ഹോബിയാണ്, അവളങ്ങനെ ദേഷ്യം പിടിപ്പിക്കലും കരയിപ്പിക്കലും, അത് അവൻ്റെ ഒരു ഹോബി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ രാവിലെ തന്നെ തല്ലുകൂടേണ്ട രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അവനെ അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മറക്കും. അങ്ങനെ തുമ്പിക്കുട്ടിക്ക് ഞാൻ എണ്ണയൊക്കെ തേപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം എണ്ണ പിടിക്കണ്ട അതിന് വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കുളിയും കുറിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിച്ചു ഇതാ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചുവിനാണെന്നുണ്ടെങ്കിൽ പോണ സമയത്ത് തുമ്പിക്കുട്ടിക്ക് ഒരു ലോഡ് ഉമ്മ കൊടുക്കും കേട്ടോ. അവളും അങ്ങനെ തന്നെയാണ്. ഉമ്മ കൊടുക്കാനൊക്കെ നല്ല ഇഷ്ടം തന്നെയുണ്ട്, രണ്ടാൾ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനറിയാം കേട്ടോ, ബസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ ഉമ്മ തുടങ്ങും കേട്ടോ. അയ്യോ ഇപ്പോൾ ബസ് വരുമ്പോഴായിട്ട് ഉമ്മ വയ്ക്കൽ തുടങ്ങും കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഉമ്മ തരും. അങ്ങനെയൊക്കെയാണ്. ബസ് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴാണ് അവർ കയറുക, കിച്ചു കയറുള്ളൂ. അപ്പോൾ അങ്ങോട്ട് ബസ് പോയി കഴിഞ്ഞാൽ ഇവരിവിടെ ഉമ്മ വയ്ക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങും കേട്ടോ. അങ്ങനെയാണ് ഇവരുടെ ഒരു ശീലം എന്ന് പറയണത്. അങ്ങനെ നമ്മുടെ കിച്ചു ഉമ്മയൊക്കെ തന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ആൾ. ഇനിയിപ്പോൾ 4:30-5 മണിക്കാണ് എൻ്റെ കുട്ടി വരുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ എന്താ പറയുക, വെറുതെ ഇരിക്കുകയല്ല, എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണം. അല്ല, അവൻ ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു മിസ്സിങ് ആണ്. സ്കൂളിലേക്കാണ് പോയെന്നുണ്ടെങ്കിലും അത്രയും നേരം അവിടെ ഒരു ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കണം. ഇപ്പോൾ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോവും അംഗനവാടിക്ക്. അപ്പോൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ അത്രയും നേരം എന്ന് പറയുമ്പോൾ. പക്ഷേ രണ്ടാൾക്കും പോയല്ലേ പറ്റൂ, പോവാതെ നമ്മൾ വീട്ടിൽ പിടിച്ചിരുത്താനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതാ എൻ്റെ തുണികൾ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ അതൊക്കെ വിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ പുതപ്പ് തിരുമ്പിയ കാരണം കൊണ്ട് തോന്നുന്നു ഒരു വെയിലൊന്നും ഇല്ല കേട്ടോ. പ്രത്യേകം ഒരു നല്ലൊരു വെയിലോ ഒന്നുമില്ല. എന്നാൽ മഴക്കാറുണ്ടോ അത് കേട്ടില്ലേനും, ഒരു മൂടി പിടിച്ചൊരു കാലാവസ്ഥ പോലെ. എന്നാൽ ചെറിയ വെയിലുണ്ടതാനും, അങ്ങനെയൊക്കെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. വലിയ സുഖമില്ല, എന്നാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പോൾ തുമ്പിയാണെന്നുണ്ടെങ്കിൽ പുതപ്പിൻ്റെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് ഡ്രസ്സ് കൂടെ ഒക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അവൾ കുളിയൊക്കെ കഴിഞ്ഞാണ്, എന്നിട്ട് വീണ്ടും നനയാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അവൾ. അപ്പോൾ അതാ കുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞാനിതാ ഈ ഷീറ്റിൻ്റെ മേലെ കൂടെയാണ് ഇട്ടിടുള്ളൂ, എന്നാലാണ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുള്ളൂ. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലൊന്നും അധികം ഇല്ലാത്ത കാരണം ഒരു ഭാഗമൊക്കെ ഉണങ്ങി കിട്ടില്ല കേട്ടോ. ഒരു ഭാഗം എന്നാലും ചെറിയ നനവൊക്കെ ഉണ്ടാവും. അത്രയും വെയിൽ കമ്മിയാണ് കേട്ടോ. പിന്നെ വെയിൽ അഥവാ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്കായിട്ട് കിട്ടാറില്ല, കാരണം നിറച്ചും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ വെയിലൊക്കെ കമ്മിയാണ് കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഡ്രസ്സൊക്കെ മാറി, തുമ്പിക്കുട്ടിയാണല്ലോ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് കേട്ടോ അത് അംഗനവാടി പോകുന്നത്. ഇന്നിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല, ആൾ ഉടുപ്പൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ തുമ്പീനെ അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കി വന്നു. അപ്പോൾ അതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അടുക്കളുടെ ഈ ഒരു ഭാഗം അവിടെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് നമ്മൾ അകമൊന്നും തുടച്ചിട്ടില്ല, പക്ഷെ അകം തുടച്ചാലും തുടച്ചില്ലെങ്കിലും ഞാൻ ഈ ഒരു ഭാഗം എന്ന് തുടയ്ക്കാറുണ്ട് കേട്ടോ. അത് തുടച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവരിനെയൊക്കെ പറഞ്ഞയച്ചു, കുട്ടികളൊക്കെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഞാനിവിടെ തുടയ്ക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കാര്യമില്ല, തുടച്ചിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു മണ്ണ് ചവിട്ടി ഇങ്ങനെ കയറ്റുമ്പോൾ പിന്നെ എന്തിനു തുടച്ചിട്ട് ഇപ്പോൾ എന്താ കാര്യം. അപ്പോൾ അതുകൊണ്ട് രണ്ടാളും പോയതിന് ശേഷമാണ് ഞാനിവിടെ തുടയ്ക്കുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോപ്പിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും കേട്ടോ, നനവുണ്ടാവും. അപ്പോൾ അതാ നനവിലാണ് കേട്ടോ തുടയ്ക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ചളിയും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പഠിച്ചു വാരി വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ അത് കാരണം വലിയ ചളിയൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളിവിടെ കുളിപ്പിക്കണ കാരണം കൊണ്ടൊക്കെ ആ വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു തന്നെ ഉള്ളൂ. 2-3 ദിവസം മുന്നേ ഏട്ടൻ കൊണ്ടുവന്നാണ് കേട്ടോ ഈ ഒരു ചീനിമുളക്. ഇത് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഏട്ടപ്പോൾ പറഞ്ഞു അത് സുർക്കയിലിട്ട് വെക്കി എന്നാൽ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനതൊന്ന് സുർക്കയിലിടാൻ വേണ്ടി 2-3 ദിവസം മുന്നേ കൊണ്ടുവന്ന് വെച്ച സാധനമാണ് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് അന്ന് തന്നെ കയറ്റി വെക്കാറുണ്ട്, പിന്നെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അതിൻ്റെ. അങ്ങനെ ഞാനത് സുർക്കയിലൊക്കെ ഇടാമെന്ന് വെച്ചിട്ട് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. എന്നിട്ട് ഈ മുളകിൽ ഉപ്പ് കയറാൻ വേണ്ടിയിട്ട് മുളകിൽ സൂചിപ്പിന്നും കൊണ്ട് ഓരോ ഓട്ട തുളച്ചിട്ടുണ്ട് കേട്ടോ. കാണില്ല, എന്നാലും ഒരു ഓട്ട അങ്ങനെ തുളച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ കയറി ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ തുളച്ചിട്ട് ഒക്കെ സുർക്കയിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മുളക് ഞാൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, കുറച്ച് സുർക്ക അങ്ങനെ ഒഴിച്ച് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. അല്ലാതെ സുർക്ക മാത്രം ഒഴിക്കണില്ല. കുറച്ച് വെള്ളം, ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള സുർക്കയും കൂടി ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചീനിമുളകൊക്കെ സുർക്കയിൽ ഇട്ട് വെക്കണേ. എൻ്റെ വീട്ടിലെ അമ്മമ്മ എപ്പോഴും ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏട്ടന് ചോറ് കഴിക്കുമ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ബാക്കി പച്ചമുളക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുളക് കിട്ടിക്കഴിഞ്ഞാൽ ചമ്മന്തി അരയ്ക്കണം നിർബന്ധമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചീനിമുളകും ചെറിയുള്ളിയും പുളിങ്ങയൊക്കെ കൂടിയിട്ട് ചമ്മന്തി അരച്ച് നല്ല ടേസ്റ്റ് അല്ലേ, നല്ല മണം ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല എരിവും ഉണ്ടാവും കേട്ടോ.
കേട്ടോ. അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അവിടെ അരച്ചതിൽ ആ ചമ്മന്തിയിൽ പച്ച വെളിച്ചെണ്ണയും കൂടി അവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തി ഇഷ്ടമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചോറും പിന്നെ അതുപോലെ തന്നെ കായും കിഴങ്ങും കൂടി ഉപ്പേരി വെച്ചതും ചമ്മന്തി എടുത്തിട്ടുണ്ട്. സാമ്പാർ എടുത്തില്ല കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. കിടന്ന് ഉറങ്ങിയൊന്നുമില്ല. കുറച്ച് നേരം കിടന്ന് വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്ത് അതിന് ശേഷം നമ്മുടെ തുമ്പിക്കുട്ടീനൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടോ 3 മണിയായപ്പോൾ. അപ്പോൾ അവൾ കാണുന്നുണ്ടെങ്കിൽ ഒരേ നിർബന്ധം ഐസ്ക്രീം വേണം പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന വഴിക്ക് വീട്ടിലേക്കും കൂടി കയറാതെ നേരെ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഞാൻ കാശ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം അവൾ കടയിൽ കയറാതെ അങ്ങോട്ട് വീട്ടിൽ കയറില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ കടയിൽ പോയിട്ട് ഐസ്ക്രീം 3 എണ്ണം വാങ്ങിച്ചു കേട്ടോ. ഞാൻ കുറേ ആയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു, കിച്ചുവിനുള്ളത് വാങ്ങിച്ചു. അവളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയൂ കേട്ടോ, കടയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏട്ടൻ്റെ ഐസ്ക്രീം വാങ്ങണം കേട്ടോ എന്ന് പറയൂ കേട്ടോ. അങ്ങനെ പറയാറുണ്ട് അവൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അതിന് ശേഷം നമ്മുടെ രാവിലെ തിരുമ്പിയിട്ട തുണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടി എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. അവൾ എന്നോട് എന്താ പറയുന്നതെന്ന് അറിയോ? എനിക്ക് അംഗനവാടി പോയിട്ട് ടീച്ചർ അങ്ങനത്തെ പാട്ട് പാടി തന്നു, ഇങ്ങനത്തെ പാട്ട് പാടി തന്നു, എന്തൊക്കെ കഥ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എനിക്ക് പറഞ്ഞു തരാണ് കേട്ടോ. നടന്നിട്ട് എൻ്റെ പിന്നാലെ നടന്നിട്ട് അവളൊക്കെ പറഞ്ഞു തരാണ് കേട്ടോ. പാട്ട് പാടുന്നുണ്ട്, കഥ പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ എന്താ പഠിച്ചത് അത് ഇവിടെ വന്ന് പറയട്ടോ. ആൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിലും എന്താ മനസ്സിലായത് ആൾക്ക് പറഞ്ഞു തരാറുണ്ട് കേട്ടോ. രണ്ടുപേരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതാ തുമ്പിക്കുട്ടി എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അവൾ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കൂട്ടോ. അല്ലാതെ ഒരു ഭാഗത്ത് പോയി കളിക്കാനൊന്നുമില്ല. ഇനി കളിയൊക്കെ കിച്ചു വന്നാലേ ഉള്ളൂ കേട്ടോ. കിച്ചുവിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കളിക്കാനൊന്നും സമയമില്ല കേട്ടോ. പാവം രാവിലെ നേരത്തെ 9 മണിക്ക് തന്നെ ബസ് വരുമല്ലോ. അപ്പോൾ അവൻ നീക്കുമ്പോൾ തന്നെ 7 മണിയാവും. പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം വരുമ്പോൾ തന്നെ 9 മണിയാവും. അവന് സ്കൂളിലേക്ക് പോകും. പിന്നെ വൈകുന്നേരം വരെ 5 മണിക്കാണ് കേട്ടോ. 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ചായ കുളിക്കൽ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 6 മണിയാവും. പിന്നെ ഇപ്പോൾ അവിടെ കളിക്കാനവർക്ക് സമയം. പിന്നെ കളിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ എഴുതാനുള്ളത് എഴുതും. പിന്നെ കുറച്ച് നേരം ഞാൻ ഫോണിൽ നോക്കിയിട്ടിരിക്കുമ്പോൾ വീഡിയോസ് കാണുമ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ കിടക്കൂട്ടോ. അല്ലാതെ അവന് പ്രത്യേകം കളിയൊന്നുമില്ല കേട്ടോ. സ്കൂളില്ലാത്ത ദിവസം മാത്രമേ കളിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ വന്ന ഒരു കമൻറ്റാണ് കേട്ടോ, നിങ്ങളെന്താ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാറില്ലേ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാറുണ്ട്, പോവാതിരിക്കണമെന്നില്ല. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇവർ ഫോൺ തരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാത്തത്. അല്ലാതെ പോവാഞ്ഞിട്ടൊന്നുമില്ല, ഞങ്ങൾ പോവാറുണ്ട്. എല്ലാ ഞായറാഴ്ച ഞങ്ങൾ പോകും കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലും പോവും. വൈകുന്നേരം രാത്രിയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോവാറുള്ളത്, ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ. പിന്നെ പ്രശ്നം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പുറത്തേക്ക് വാടകയ്ക്ക് വന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് സന്തോഷത്തോടെ പോകണു. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ അവൻ ചോദിച്ചിട്ടുണ്ടാവും അറിയാത്തത് കൊണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. നിങ്ങൾ ചോദിച്ചത് പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി ഇതാ വണ്ടി കൂട്ടി കളിക്കുന്നുണ്ട്. ഞാനിതാ മുറ്റമൊക്കെ അടിച്ച് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ജോലികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കിച്ചുപ്പ് വരാറായിട്ടുണ്ട്. 4 മണി 4:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. ഇനിയിപ്പോൾ അവൻ വരും. ഇനി അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പിന്നാലെ നടക്കൽ പഠിപ്പിക്കൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.